ഇനി ഞങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഞങ്ങളിപ്പോൾ എൻ്റെ സ്ഥാപനമാണത്. അത് ചേട്ടനെയാ? ഇതെന്റെയാണ്. എത്ര രൂപയുടെ സാധനം പോയി കാണും? സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ഏതുണ്ടെങ്കിൽ ഒരു 10-35 ലക്ഷം രൂപയുടെ സാധനം ഉണ്ട്. മൊത്തത്തിൽ ഞങ്ങളെ ലോണും കാര്യങ്ങളൊക്കെ ആയിട്ടില്ലേ. ഇനി ഞങ്ങൾക്ക് ആ ഷീറോ ആയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. നമ്മൾ പൈസ പോയത് നമ്മളെ കാര്യങ്ങളല്ല. ഞങ്ങൾ ഈ സ്കൂളും ഞങ്ങൾക്ക് വില്ലേജ് ഓഫീസും ഞങ്ങൾക്ക് നിലവിൽ ഞങ്ങളെ നാട് പുനരാരംഭിച്ച് കിട്ടാനാണ് നമ്മളെ സ്ഥാപനങ്ങളല്ല. ഞങ്ങൾ എൻ്റെ ഒരു സ്ഥാപനം പോയതല്ല എൻ്റെ പ്രശ്നം. ഇനിയുള്ള ആൾക്കാരെ പുനരാരംഭിച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നും അധികൃത ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. സത്യസന്ധനായിട്ട് നിങ്ങൾ അത് ചെയ്യുക. അതാണ് നമുക്ക് പറയാറ്. എൻ്റെ ഒരു കാര്യമല്ല. ആയിരക്കണക്കിന് ആൾക്കാർ ഒന്നുമില്ലാത്ത എനിക്കിന്ന് എൻ്റെ ജീവിതത്തിൽ എൻ്റെ തടിയും എൻ്റെ സ്ഥാപനമുണ്ട്. പക്ഷേ ഇല്ലെങ്കിലും അച്ഛനും അമ്മയും കുടുംബങ്ങളും നഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. ഇനി ഞങ്ങൾക്ക് പോയത് എന്തായാലും തിരിച്ചു കിട്ടൂല. പക്ഷേ ഇനി ഞങ്ങളുടെ ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ കയ്യിലാണ്. അതിന് സത്യസന്ധമായിട്ട് നിങ്ങൾ ചെയ്യുക. അതിനു വേണ്ടി ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങളെ ഈ നാട്ടിൽ നിലനിർത്തണം. ഞങ്ങൾക്ക് മറ്റൊരിടത്തേക്ക് പോകുന്നതിനെ കൂടി താല്പര്യമില്ല. ഇവിടെ ഉള്ള ഈ ഒത്തൊരുമ എല്ലായിടത്തും പോയാൽ കിട്ടും. അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത്. പക്ഷേ അതിന്റെ സുരക്ഷയും കൂടെ നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. ബഷീർ